കത്തിക്കൊണ്ട് എവിടെ പോയി തപ്പാനാടാ? തന്നെ കാണും. ഈ നാശം പിടിച്ച ഏത് സൈഡിൽ കൂടി ഓടിയാട്ടോ? അവനെ കിട്ടിയില്ല സാറേ. പറ്റുന്നില്ല അബി, എനിക്ക് നമ്മുടെ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചു. അവന്റെ വീട് എനിക്കറിയാം. എന്നെ വാങ്ങോട്ട് പോ. പോലീസ് നാശം പിടിച്ചത്. എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചോണ്ട് വന്നേക്കും. മനുഷ്യനൊരു മനസമാധാനം തരത്തില്ല, ജീവിക്കാനും സമ്മതിക്കില്ല. ഇതുവഴി നോക്കിയിരിക്കുന്നവരെ പോയി എടുത്ത് കയ്യിലിട്ട് പോയി ഉറങ്ങാൻ നോക്ക്. നാശം പിടിക്കാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി വന്ന് വന്നിട്ട് ഒരു സമാധാനവും തരത്തില്ല. എന്തോന്ന് വായനക്കാൻ? എന്താ സാറേ? എന്റെ ഭർത്താവ് വെട്ടിവിട്ടോണ്ടോ ഇവിടെ? കൊറേ നാളായി സാറേ ഇവിടെ വന്നിട്ട്. സത്യം പറഞ്ഞോ? വന്നിട്ട് കൊറേ നാളായി സാറേ, ഞങ്ങൾ കണ്ടിട്ട്. സത്യം പറഞ്ഞില്ല, ഞങ്ങൾ വീട്ടിൽ കയറി പരിശോധിക്കും. എന്തിനാ സാറേ കള്ളം പറയാൻ? ഇവിടെ ഇല്ല. അയാൾ വന്നിട്ട് തന്നെ ഒത്തിരി നാളായി. ഇവിടെ ഇല്ല. രണ്ട് സ്ത്രീകളായിട്ടാ വീട്ടിൽ കയറാത്തത്. സത്യം പറഞ്ഞോളാം സാറേ. വേണമെങ്കിൽ വന്ന് നോക്കാം, അകത്തേക്ക് കയറി വേണമെങ്കിൽ വന്ന് നോക്കാം. അവൻ ആരാധനക്ക് അറിയാലോ. സർക്കാരെ അവനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുക. പിടിച്ചു കൊടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷമുണ്ട്. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മേടിച്ചേ സുഖമായിട്ട് ജീവിക്കാം. നീ ഒന്ന് വാടാ, ഇവിടെ ഒന്നും സംസാരിച്ച കാര്യമില്ല. അതുപോലെ പറഞ്ഞില്ല സാർ. ഞാൻ മലയ്ക്ക് പോകാൻ മാലയിട്ട് പോയി സാറേ. ആരുടെയുണ്ടല്ലോ പീഡിച്ചിറക്കി 2 എണ്ണം പൊട്ടിച്ചാണ്. സാറിന് ഈ പെണ്ണുപിള്ള പറയാനായിട്ടൊരു വിശ്വാസം ഉണ്ടാ? എനിക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. നിനക്കിപ്പോ തോന്നിയ പോലത്തെ ഒരു സംശയം ഞങ്ങൾക്ക് ഒരു 5 വർഷം മുന്നേ ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യത്തെ കെട്ടിയ പാറമടയിലാണ് വിളിച്ചു കിടന്നത്. എൻക്വയറിക്ക് ഞങ്ങൾ ഈ വീട് വന്ന് സെർച്ച് ചെയ്ത സമയത്ത് അവളൊരു ലെറ്റർ കൈ തന്നു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അവളുടെ ഭർത്താവിൻ്റെ മരണത്തിൽ ഉത്തരവാദിത്തം അയാൾ തന്നെയാണ്. അന്നേ ഞങ്ങൾക്ക് ഈ സംശയം നല്ല രീതിയിൽ